ശ്രീരാജ് ഔപചാരികമായോ ഔദ്യോഗികമായോ ഒന്നും പെയിന്റിങ് അഭ്യസിച്ചിട്ടുള്ള ഒരാളല്ല. അതേസമയം ഒരു കലാകാരന്റെ ആത്മപ്രേരണ കൊണ്ട് അഭ്യസിച്ചെടുക്കാവുന്ന അത്രയും ലോകത്ത് നിന്ന് എടുത്തിട്ടാണ് അദ്ദേഹം പെയിന്റിങ്ങിലേക്ക് പ്രവേശിക്കുന്നത്, ചിത്രകലയിലേക്ക് പ്രവേശിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ഊർജം ശ്രീരാജിന്റെ പെയിന്റിങ്ങുകളിലൊക്കെ തന്നെ കാണാൻ കഴിയും. ശ്രീരാജ് വർണ്ണങ്ങൾ ഉപയോഗിക്കുന്ന വർണ്ണവിന്യാസത്തിന്റെ രീതിയായാലും അത് ധ്വനിപ്പിക്കുന്ന പലതരത്തിലുള്ള ആശയങ്ങളുടെ രീതി, ആശയപ്രകാശനത്തിന്റെ രീതിയായാലും തൻ്റെതായ ഒരു വഴിയിലൂടെയാണ് ശ്രീരാജ് മുന്നേറുന്നത്. തീർച്ചയായിട്ടും അതിന് കേരളീയമായ വേരുകൾ ഉണ്ട് എന്ന് ആ പെയിന്റിങ്ങുകൾ ഒരു പ്രാവശ്യം കണ്ടവർക്ക് അറിയാൻ കഴിയും. അങ്ങനെ കേരളീയവും അതേസമയം ആഗോളീയവുമായിട്ടുള്ള പലതരം പ്രഭാവങ്ങളിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് തൻ്റെതായിട്ടുള്ള ഒരു ക്യാൻവാസ് ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ശ്രീരാജ് ചെയ്യുന്നതെന്ന് ഈ ശ്രീരാജിന്റെ കലയെ ചുരുക്കി സംഗ്രഹിക്കാം. വരയ്ക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിക്കാലമായിരുന്നോ സാറിൻ്റെത്? കുട്ടിക്കാല വരയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അനുഭവങ്ങൾ എന്ന് പറഞ്ഞ ഈ 5 വയസ്സിലും ഒക്കെയുള്ള അനുഭവങ്ങൾ, ഇങ്ങനെ കുട്ടികൾ വരയ്ക്കണ പോലത്തെ സ്ഥിരം ഒരു പേനയും ഇത് കിട്ടിയ അപ്പൊ കൊത്തി കുറയ്ക്കൽ സംഭവം, അതിലൊരു സന്തോഷം. അല്ലാണ്ട് അതൊരു വലിയൊരു അനുഭവമായിട്ട് ഓർമ്മിച്ച് പറയാനൊരു ഇൻസിഡന്റ് ഒന്നുമില്ല. പ്രത്യേകിച്ച് നിലത്ത് വരയ്ക്കും, ഒരു കോല് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുറ്റം നല്ല മണ്ണ്, വെള്ള മണ്ണ്, ഇവിടുത്തെ അറിയില്ല, അതിനകത്ത് നല്ല പുഴ മണ്ണാണ്, നല്ല അതിൽ വരയ്ക്കാൻ ഭയങ്കര സുഖമാണ്. ഇങ്ങനെ വരയ്ക്കും. അങ്ങനെയൊക്കെയാണ് ശരി കൈയൊക്കെ ശരിക്കും ആ ഒരു ലൈനിലേക്ക് പോകണത്. നല്ലൊരു ഒഴുക്കൊക്കെ കിട്ടുന്നത് നിലത്തൊക്കെ വരച്ചിട്ടുള്ള സാധനം. പിന്നെ ചോക്കും പെൻസിലും ഒക്കെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്നത് നമ്മള് ഇതിലല്ലേ, സ്ലേറ്റിലൊക്കെ എഴുതുന്നത്. പെൻസിലൊക്കെ പിടിച്ച് മറ്റേ സ്ലേറ്റ് പെൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കൊക്കെ നല്ല രസമായിരുന്നു. നല്ല കളറുള്ള പെൻസിലൊക്കെ കിട്ടും, ഈ 3-4 കളറൊക്കെ ഉള്ള ചോക്ക്, അതൊക്കെ വെച്ചിട്ടുള്ള ആദ്യത്തെ അതെല്ലാ കുട്ടികളുടെ പോലത്തെ സംഭവമാണ്. അത് പ്രത്യേകിച്ച് ഓർമ്മിച്ചെടുത്ത് പ്രത്യേകിച്ച് ഒരു ചിത്രകാരൻ എന്നുള്ള ഒരു സംഭവം ഒന്നുമില്ല. എല്ലാ കുട്ടികളും വരയ്ക്കും എന്തെങ്കിലും കിട്ടിയിറങ്ങി. അതേപോലെ പിന്നെ കടപ്പുറത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ തിര വരുമ്പോഴേക്കും വലിയൊരു പടമൊക്കെ വരയ്ക്കും. അത് തിരയായിട്ട് പോകും. അതൊരു രസമാണ്. നമ്മള് ഭയങ്കരത്തിലങ്ങനെ വരച്ച് ഇങ്ങനെ കഴിയാറാകുമ്പോഴേക്കും തിര വന്നതാവും. അതൊക്കെ ത്രില്ല് അനുഭവിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കടലമ്മ ചോതി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വയ്ക്കുമ്പോ കടലിന് ഭയങ്കര വാശി പോലെയാണ്. കടലമ്മ വന്നിട്ട് പെട്ടെന്ന് പോയി. അപ്പൊ നമ്മള് അകലേക്ക് പോകാനും പാടില്ല. അകലേക്ക് പോയിട്ട് പിന്നെ ഗെയിം പോയി. ആൾക്ക് വരാൻ പറ്റുന്ന ഒരു ദൂരത്തിലാണ് അവിടെ കൊണ്ട് വരച്ചിട്ട് പിന്നെ മയക്കേണ്ട സംഭവം കൊടുക്കില്ല. അപ്പൊ അങ്ങനത്തെ ഇതുണ്ട് ഇവിടെ. ഞങ്ങളുടെ അന്യത്ത് പോകേണ്ട അടുത്ത് നമ്മുടെ നാട്ടിക കടപ്പുറമാണ്, 2-2.5 കിലോമീറ്ററൊക്കെ. അതൊക്കെ പോയി ഇങ്ങനെ നടന്നു പോയി അവിടെ വരയ്ക്കും, വരയ്ക്കില്ല. അങ്ങനത്തെ അതിന്റെ രസം ഉണ്ടായിരുന്നു ശരിക്കും. അത് മിക്കവാറും ഇവിടുത്തെ എല്ലാ കുട്ടികളും, എന്റെ കൂട്ടുകാരൊക്കെ ചെയ്തിരുന്ന പരിപാടികൾ. ഞങ്ങളൊരു ഗ്യാങ്ങായിട്ടാണ് പോയി കടപ്പുറത്തൊക്കെ. കലാജീവിതത്തിൽ സാറിന്റെ ഫാമിലിയുടെ സപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് പറയാവോ? ഫാമിലി കാരണം ചെയ്തതിൽ ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം എനിക്ക് പെയിന്റിങ്സ് നല്ലോണം ഇഷ്ടായി. നിങ്ങള് നല്ല ആർട്ടിസ്റ്റ് ആണ്, നല്ല സൂപ്പർ ആർട്ടിസ്റ്റ് ആണ് മുച്ച, നല്ല സൂപ്പർ ആർട്ടിസ്റ്റ്. 2 തരത്തിൽ പറയാൻ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഫാമിലിയിൽ പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല. അതായത് ഞാൻ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ജീവിതം എന്ന് പറഞ്ഞിട്ട് വേറൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഒരു സംഭവമില്ലേ. അതല്ല, ജീവിതത്തില് വരയ്ക്കാത്ത ദിവസങ്ങളില്ല. പണ്ട് എപ്പോഴെങ്കിലും ഒക്കെ വരയ്ക്കും സംഭവങ്ങള്. അത് വരച്ചില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല. അങ്ങനത്തെ ചില കലാകാരന്മാര് വരയ്ക്കാണ്ടിരുന്നുണ്ടെങ്കിൽ എന്തോ അവസ്ഥയൊന്നും ഉണ്ടായിരുന്നു. ജോലികാലത്തും സ്കൂളിലായിരിക്കുമ്പോഴും കോളേജിലായിരിക്കുമ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അതായില്ല. ഇപ്പൊ ജോലി ഇല്ല എന്നുള്ള മാത്രമേ മാറ്റുള്ളൂ. ലോട്ട് ഓഫ് ടൈം. അപ്പൊ അത് കാരണം കൂടുതൽ വരയ്ക്കുക തന്നെയാണ് ചെയ്യണത്. അതിനുവേണ്ടി പ്രത്യേകിച്ച് എന്താ, അവർക്ക് എന്നെ നഷ്ടപ്പെടണ ഇല്ല. അതുണ്ടെങ്കിൽ നേരത്തെയും ഞാനുള്ളതില്ല. കോവിഡിന്റെ ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഇവിടേക്ക് വന്ന് മോള് BDS ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോ തൊട്ട് തുടങ്ങി.
ഒരു 3 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ വീടും കോളേജും തമ്മിൽ. അപ്പൊ ഞാൻ എല്ലാ ദിവസവും കാലത്ത് മോളെ ഡ്രോപ്പ് ചെയ്യും, പിക്കപ്പ് ചെയ്യും. ഇതാണ്. അപ്പൊ 1.5 കിലോമീറ്റർ ഒരു ഗ്രാമത്തിൽ കൂടിയുള്ള മയിലാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ആണ്. എന്നിട്ട് പിന്നെ ഹൈവേ ആണ് ബാക്കിയുള്ള 1.5 കിലോമീറ്റർ. അപ്പൊ ആ റോഡ് പൊളിച്ചു, കംപ്ലീറ്റ് ഡിഗപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ അതിലെ ബൈക്കും നടന്നു പോകാൻ തന്നെ വിഷമാണ്. അത്ര ഇതായി. ഒരു സുപ്രഭാതത്തില് ഞാൻ പറഞ്ഞു ഇനി റോഡ് നന്നാക്കുമ്പോ എന്നെ വിളിച്ചാൽ മതി പറഞ്ഞിട്ട് ഞാൻ മുകളിലെ സ്കൂട്ടർ പുതിയ വണ്ടി വാങ്ങിയാണ്, ജൂപ്പിറ്റർ TVS. അതെടുത്തിട്ട് ഒരു പോക്കാണ്. പോകുമ്പോ എനിക്കറിയില്ല എവിടേക്കാ പോകണ്ടേന്നൊന്നുമില്ല. പിന്നെ ഞാനൊരു 40 ദിവസം കഴിഞ്ഞിട്ട് വന്നത് തിരിച്ച്. അതിനിടയിലൊക്കെ നേരത്തെ തന്നെ കാട്ടിലേക്ക് പോക്കൊന്നും ഇവർക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, റിസ്ക് അല്ലേ നല്ലപോലെ. അതൊരു പേടി ഉണ്ടായിരുന്നു. നമ്മൾക്ക് എന്നോട് പിന്നെ ഭാര്യക്ക് പറയാൻ തുടങ്ങി കൂട്ടുകാർ കൊണ്ടുവരുന്നത്. ഞാൻ പോയാലും കൂടെ പിന്നെ കൂട്ടുകാരും കൂടി ഇത് കേൾക്കാൻ പറ്റില്ല എന്നുള്ള അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. KFCയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വേണ്ടതൊക്കെ ഉള്ള അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്ത്. അപ്പോ ഈ യാത്രയില് പിന്നെ ഒരു രാത്രി ചെന്നപ്പെട്ട് ധർമ്മസ്ഥലയിൽ ചെന്നു. ഷിമോഗയൊക്കെ പോയി ഇങ്ങനെ. അവസാനം അപ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത് വേറലിയിൽ ഈ ട്രൈബൽ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ അവിടെ വരെ പോവാ. ഹൈവേ കൂടി അല്ല പോകുന്നത്, മുഴുവൻ വെസ്റ്റേൺ ഘട്ട് സൈഡിൽ കൂടിയാണ് പോകുന്നത്. ആൾക്കാർ പറയാം അവിടെ ഡാമേണ്ട ഇതിലെ പോയിട്ടുണ്ടെങ്കിൽ നല്ല പർവ്വതങ്ങൾ കാണാം. പക്ഷെ ഞാൻ എപ്പോഴും വടക്കോട്ട് എന്നുള്ള ഒരു ഡയറക്ഷനിലാണ് പോയിരുന്നത്. അപ്പൊ ഇങ്ങനെ ഗാർഡനിൽ പാറയമ്മലൊക്കെ വരയ്ക്കും, മരത്തുമ്പോ വരയ്ക്കും, എന്നിട്ട് അതിന്റെ ഒരു സ്നാപ്പ് എടുക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. വര നിൽക്കണില്ല, വര ഇസ് ഗോയിങ് ഓൺ. ഇപ്പൊ ഈ കല്ലുങ്കുമ്പ അതിന്റെ അടിയിലുള്ള പാറയമ്മ, ചില വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലുള്ള അവിടെയൊക്കെ തോന്നണോടത്തൊക്കെ ഇങ്ങനെ വരച്ചു പോവുകയായിരുന്നു. അപ്പൊ അതിനൊരു കാരണം എനിക്ക് എന്താ പറയാ ഫാമിലിയാണ് സത്യത്തിൽ എന്റെ ഈ യാത്രക്കാരുടെ. പിന്നെ അതുപോലെ വീട്ടില് രാത്രിയൊക്കെ എടുത്ത് പറയുമ്പോ ഞങ്ങള് ദീർഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്ന് ചെറിയ ഉടക്ക് എനിക്ക് കേൾക്കാനുള്ള ഒരു ചാൻസ് കിട്ടും. ഒറ്റ പോക്കുകൾ 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും കൂളായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സപ്പോർട്ടാണ്. ഉർവശി ആപ ഉപകാരം എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവം ഉണ്ടല്ലോ, എല്ലാം നല്ലതായിരുന്നു നമുക്ക്. ബട്ട് ദേ ആർ ഹാപ്പി. എന്താ ഞാൻ ദേ ആർ നോട്ട് സഫറിങ് ബിക്കോസ് ഓഫ് മൈ ആബ്സെൻസ്. കലാജീവിതത്തിൽ സാറിന്റെ മുന്നോട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാണ്? ശരിക്ക് ഒരു പ്ലാൻ ഇല്ലാത്ത ജീവിതമാണ് അതില്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ 64 വയസ്സും പിന്നെ കുറച്ച് സമയമൊക്കെ നമ്മൾ ഫ്യൂ ഫ്രൂട്ട്സ് റിമൈൻ ഇൻ മൈ പ്ലേറ്റ്സ്. അപ്പൊ അത് എൻജോയ് ചെയ്തിട്ട് കുറച്ചുള്ളത് മറ്റു നമ്മളിങ്ങനെ കുറെ അങ്ങനെ തിന്നായിരുന്നു. ഇപ്പൊ ഇനിയുള്ളത് ഇത്തിരി കൂടി സ്ലോലി എൻജോയ് ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ അത് ഇത്തിരി കൂടി സെലക്റ്റീവ് ആവണം. അപ്പൊ നമ്മള് അപ്പൊ എനിക്ക് എന്റെ യാത്ര എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യല് എന്തോ ഒരു എല്ലാവരും മാനസികാവസ്ഥയാണ്. എല്ലാവർക്കും യാത്ര ചെയ്യാൻ, എല്ലാ മനുഷ്യർക്കും സംഭവങ്ങൾ യാത്ര ചെയ്യാനുള്ളത് ഉണ്ടാവും. അത് തന്നെ ഒരു ഭാഗ്യം പോലെ കാണണം അല്ലേ. വീടും ഇതൊക്കെ വിട്ട് അന്ന് കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒരുമിച്ചായിരിക്കും ചിലര്. പക്ഷെ എന്റെ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അധികം യാത്ര ചെയ്യാറ്. ഇപ്പോഴും അങ്ങനത്തെ ഒരു എന്താ പറയാ ഇപ്പൊ എന്റെ വീട്ടിലായിരുന്നെങ്കിലും ഞാൻ ഒരു റൂമില് എന്നോട് ഇവിടെയൊക്കെ ഈ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ തറവാട്ടിലിരിക്കുമ്പോ അടിയിലൊക്കെ ഒന്ന് അമ്മ ഭയങ്കര വർത്താനത്തിന്റെ ആളാണ്. അമ്മേരെ ഇങ്ങനെ ആൾക്കാരെ സംസാരം അമ്മ ഇതാവും. അപ്പൊ എന്നിട്ട് എവിടെ ഷിബു എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവൻ മുകളിലിരിക്കുന്നുണ്ട്, ഞാൻ ഇറങ്ങി വരില്ല. അപ്പൊ പലരും വിചാരിക്കും ഇവൻ ആള് ഭയങ്കര ഇവൻ ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലൊക്കെ പറയും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളൊരു ലോകം, അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നു, ഒരു ഒറ്റയ്ക്കുള്ള ഒരു ലോകം. ഐ വാസ് എൻജോയിങ്, ഐ എം സ്റ്റിൽ എൻജോയിങ് ദാറ്റ്. ഒറ്റ ഞാൻ സഫിഷ്യൻറ്റ്, എന്താ പറയുക ഗ്രാമസ്വര എന്നൊക്കെ പറയുന്ന പോലെ സെൽഫ് സഫിഷ്യൻറ്റ് പോലെ. പക്ഷെ ഇപ്പൊ എനിക്ക് ഇടയ്ക്കൊക്കെ പാങ്സ് ഉണ്ട്. ഇങ്ങനെ കുറെ യാത്രയൊക്കെ ചെയ്തപ്പോ കൂടുതൽ യാത്ര ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ 2 മാസം ഒരു 5-8 മാസം കണ്ടിന്യൂസ് ആയിട്ട് യാത്രയായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഒരു 2 ആഴ്ച മുമ്പൊക്കെ ഇങ്ങനെ ഞാൻ വീണ്ടും വീട്ടിൽ പോയിട്ട് ഒരു 5-10 ദിവസം അവരുടെ കൂടെ നിന്നത്. അപ്പൊ അത് എനിക്ക് വീണ്ടും അവരേക്ക് പോകാനുള്ള ഒരു ഇതൊക്കെ ഇപ്പൊ വന്നു തുടങ്ങി. എന്നിട്ട് പക്ഷെ ഐ വാണ്ട് ടു ട്രാവൽ മോർ. പിന്നീട് നോക്കുമ്പോ ഈ വർക്കുകളൊക്കെ വന്നുള്ള ഈ ട്രാവൽ കൊണ്ടാണ് സത്യത്തില്. ഈ കൂട്ടുകാരുണ്ടാവുന്നതും ചിത്രങ്ങൾ വരുന്നതൊക്കെ ഈ യാത്ര കാരനാണ്. ഐ ഗോട്ട് എ ഫ്രണ്ട്, യു ബിക്കെയിം മൈ ഫ്രണ്ട് നൗ. ഈ ട്രാവലിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതൊക്കെ ഈസ് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്, സ്പോണ്ടേനിയസ്. എന്റെ ചിത്രങ്ങൾ പോലെ അതാണ് ശരിക്കും അതേപോലെ സംഭവിക്കുന്നത്. ഒരു സാധനവും ഇങ്ങനെ പ്ലാൻ ചെയ്ത്. ബട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ഫാഗ് എൻഡ് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ. എത്ര കാലം കൂടി ഇനി ഉണ്ട്.
അതന്നെ അച്ഛനൊക്കെ എന്നെക്കാളും ചെറുപ്പത്തിലൊക്കെ മരിച്ചു പോയി. അച്ഛന്റെ അനിയൻ ഇവരൊക്കെ. അപ്പൊ ഞങ്ങളുടെ ഒരു ജീനൊക്കെ ഇല്ലേ, ഞങ്ങളുടെ ലോങ്കിവിറ്റി ആയുസ്, അതിനെ കുറിച്ച് ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോ എത്ര രണ്ട് സമയം എന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മരം എന്നൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ. അതിന് ഇനി കുറച്ച് സാധനങ്ങളുണ്ട് അതിൽ. നമ്മൾ പഴയ നോവലും സാധനങ്ങളൊക്കെ വായിച്ചിട്ട് യൂറോപ്പ് ഹിമാലയം കഴിഞ്ഞിട്ട് ആൽപ്സ് പർവ്വതമൊക്കെ ഒരു ചെറിയ സ്വപ്നമാണ് അതില്. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോ വീണ്ടും തന്നെ ഈ ക്യാമ്പസുകളിൽ കൂടെയൊക്കെ ഉള്ള ഒരു എന്റെ യാത്ര കാരണം ഏതെങ്കിലും യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഇവിടെ നിന്നൊക്കെ എന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഇത് കണ്ടിട്ടൊക്കെ ചിലപ്പോൾ. ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് മൈ ലൈഫ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്റെ ഇവിടെ നിന്ന് തുടങ്ങി ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നുള്ള എന്റെ ഒരു സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നു. കുട്ടികളുടെ തന്നെയാണ് ശരിക്കും. ഞാനിപ്പോഴും കുട്ടിയാണ്. അതേപോലെ തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ എന്റെ ചിത്രങ്ങളുള്ള കുട്ടികളോട് പറയാറുണ്ട്, ചോദിക്കുമ്പോൾ എന്താണ് എന്നോട് ചോദിക്കുക, എന്താണ് നിങ്ങൾ ഇതിൽ ഉദ്ദേശിച്ചത്? ഞാൻ ഒരു സാധനവും ഇല്ല ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കുട്ടിക്ക് ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫുള്ളി ഇൻവോൾവ്ഡ് ആയിട്ട്, അല്ലാണ്ട് ഷീസ് നോട്ട് വരയ്ക്കുന്നത് അവരുടെ ഇമാജിനേഷനൊന്നും അല്ല. മേ ബി അവർ ആ നേരത്തുള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതൊരു ഒരു മെഡിറ്റേഷൻ ഭാഗമായിട്ട് ചെയ്ത് ആലോചിച്ചിട്ട് വന്നിട്ട് പകർത്തുന്ന സാധനം ഒന്നല്ല. അതേപോലത്തെ ഒരു സ്പോണ്ടേനിറ്റി ഉണ്ട് എൻ്റെ വർക്കുകൾക്ക്. അത് നെയ്വ് എന്നൊക്കെ ഒരു രീതി തന്നെ പറയും, നെയ്വ് ആർട്ട് എന്നൊക്കെ പലരും വിളിക്കും. പക്ഷെ നെയ്വ് എന്ന് വിളിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ആർട്ടിലത്തെ ഒരു ഡിഗ്രി ബിലോ ആണ് നെയ്വ് ആർട്ട് എന്ന് പറയാൻ. ഇവനോ ദാറ്റ്സ് അതല്ലാന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ കുറെ എക്സ്പീരിയൻസ് കൂടെ കടന്നു പോയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ കുറച്ച് ഗുഹകളിലൊക്കെ കിടന്നിട്ട് ഒറ്റയ്ക്കൊക്കെ രാത്രി ഉള്ളത്. പിന്നെ കുറെ മനുഷ്യന്മാരായിട്ട് കുറെ കൂട്ടുകാരുണ്ട്. കുറെ മരങ്ങളുണ്ട്, ഇന്റിമേറ്റ് ആയിട്ടുള്ള മരങ്ങളുണ്ട് പല സ്ഥലത്തും. ഇവിടെയൊക്കെ കുട്ടികളൊക്കെ എനിക്ക് ഭയങ്കര സൗഹൃദമുള്ള മരങ്ങളുണ്ട്. ചെന്നൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ ചെന്ന് കെട്ടിപ്പിടിക്കേണ്ട തരത്തിലുള്ള ഇതുണ്ട്. നമ്മൾ മുത്തച്ഛനൊക്കെ പറക്കേണ്ട ചില മരങ്ങൾ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഭയങ്കര ആത്മമാണ്. ചില പാറകള്, ചില കല്ല്, ഇതിന്റെ സ്ട്രീമിന്റെ ഒക്കെ അടുക്കുകളില്, ചോലയൊക്കെ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഇങ്ങനെ അതിൽ എനിക്ക് ഒരു ടേമില് ഞാനിങ്ങനെ പറയുന്നത് ഗ്രീൻ വാറിയർ ജിപ്സി എന്ന് പറയുന്ന സങ്കല്പില്ലേ, നാടോടി സംഭവം. അതിൽ ഗ്രീൻ വാറിയർ വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ആണ് അതിൽ ഇതിന് പ്രകൃതി. അതിന്റെ ഒപ്പം തന്നെ ഇതിലേക്ക് എത്തുന്നത് എന്റെ കാവ്യം നോക്കണത് ഞാൻ പറഞ്ഞു അങ്ങനെ. കാവ്യം തുടങ്ങിയിട്ട് ഇങ്ങനെ വലിയതിലേക്ക് പോകുന്നതാണ് ശരിക്കും. വലിയ കാടുകളിലേക്കും പ്രകൃതിയിലേക്കും മലയും പർവ്വതങ്ങളും ഇതൊക്കെ വരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ എന്റെ ഭാര്യയൊക്കെ ഇല്ലാത്തതൊക്കെ പല യാത്രകളിൽ, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ നല്ലൊരു ഓപ്പോസിറ്റ് പാർട്ടി. അപ്പൊ സ്ത്രീയാണ് സത്യത്തിൽ. അത് വേറെ ജെൻഡർ എന്നൊക്കെ എന്റെ സെയിം ജെൻഡർ ആയാലും ഒന്നും ശരിയാവില്ല. ഐ ആം മെയിൽ, അതുകൊണ്ട് ഫീമെയിൽ കമ്പനിയൊക്കെ വേണമെന്നുള്ളത്. അത് പലപ്പോഴും ഈ മരങ്ങളും ചില പാറകളൊക്കെ ഇല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രകൃതിയും പുരുഷനും എന്നൊക്കെയുള്ളതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ഐ എക്സ്പീരിയൻസ് ദാറ്റ് ഫീലിംഗ്. ചില സ്ഥലത്തൊക്കെ കുളിക്കുമ്പോ അവിടുത്തെ പാറകളൊക്കെ വി ആർ ഹാവിങ് ബാത്ത് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. ആദ്യം കൂടെയൊക്കെ പോയിട്ടുള്ള ഒരു മനസ്സും ഇതൊക്കെയാണ് എന്റെ ബീയിങ് ആണ്. ദാറ്റ് വിൽ കം ഔട്ട് സ്പോണ്ടേനിയസ്ലി മേ ബി ദർ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പൊ അതിലൊരു വാക്ക് ഞാൻ എങ്ങനെ വായിക്കുമ്പോ അങ്ങനെ പണ്ടത്തെ ഒരു ഇതുണ്ട്, ഡീപ്പ് എക്കോളജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡീപ്പ് എക്കോളജി ഇത് ഈ മൂവ്മെന്റിലുള്ള ഇതാണ്. നമ്മള് ഇതൊരു വലിയൊരു നെറ്റ്വർക്കാണ്, അത് പാട്ടാണെന്നൊക്കെയുള്ള സാധാരണ ഒരു എൻവയോൺമെന്റൽ ബേസ് ആണ് ഡീപ്പ് എക്കോളജി. പിന്നെ അതുപോലെ സോഷ്യൽ എക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് മുറേ. അതിന്റെ അപ്പുറത്തുള്ളൊരു ഇതാണ് എക്കോസെക്ഷൽ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം, ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഹെഡ് ഓഫ് എക്കോസെക്ഷൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പണ്ട്. അവര് പ്രകൃതിയായിട്ട് ഒരു മരത്തിനേക്ക് കല്യാണം കഴിക്കും. എന്നിട്ട് അപ്പൊ ഒരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ ആയിട്ട് നടത്തിയിട്ട് ആ മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യലിന് പിന്നെ പരിപാടി. ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് വരെ അതിലത്തെ. ഇപ്പൊ ചില സാധനം ഫിഗറൊക്കെ കാണുമ്പോ ഫെമിനിൻ പല ആലുകൾ നോക്കിയിട്ടില്ല, ആലുകൾ വേരുകള് മുഴുവൻ നമ്മുടെ ശില്പങ്ങൾ പോലെയാണ് ഈ ഇവിടുത്തെ രതിയും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ അത് യു ആർ ഡിറൈവിങ് യുവർ സെക്ഷൽ ഡിസയേഴ്സിനൊക്കെ വരെ യു ആർ ഗ്രാറ്റിഫൈങ്. അതുവരെ തരുന്ന ആൾക്കാർ ഈ പ്രകൃതി തന്നെ നമ്മൾക്ക് വി ആർ ഗെറ്റിംഗ് ദാറ്റ്
യു ആർ നോട്ട് ലാക്കിങ് എനിത്തിങ് ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ ആബ്സെൻസ്. എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ കമ്പനി എന്റെ ചെയ്യത്തില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് ആ പ്ലഷേഴ്സ് പോലും അങ്ങനത്തെ ആൾക്കാരുടെ എക്കോ സെക്ഷൻസ് എന്ന് പറയും. അത് അങ്ങനത്തെ ഒരൊക്കെ ആയിട്ട് എനിക്ക് കൂടുതൽ ഇത്രയും മൈ എലമെന്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ. കാനായി സാർ ഇനാഗ്രേഷൻ ചെയ്ത ഫസ്റ്റ് സോളോ ഷോനെ കുറിച്ച് സാർ സംസാരിച്ചു. ബാക്കി സോളോ ഷോകള് അതിന്റെ അനുഭവങ്ങള് എന്തൊക്കെയാണ്? അതിനുശേഷം പിന്നെ ഞാൻ ട്രിവാൻഡ്രം പ്രസ് ക്ലബിലായിരുന്നു ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗാലറിയിൽ ചെയ്തിട്ടുള്ള പരിപാടികൾ തൃശ്ശൂർ ലളിതകലാ അക്കാദമി, പിന്നെ കോഴിക്കോട് ലളിതകലാ അക്കാദമി, പിന്നെ കാഞ്ഞങ്ങാട്, അവിടെ മൂന്നിടത്തിന് ചെയ്തു. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ചെയ്തത് CS വെങ്കടേശ്വരൻ എന്ന് പറഞ്ഞ ക്രിട്ടിക് ആണ് ഇനോഗ്രേറ്റ് ചെയ്തത്. പിന്നെ കോഴിക്കോട് കൽപ്പറ്റ നാരായണൻ, അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരൊക്കെ സംസാരിക്കുക. അത് തൃശ്ശൂർ വെച്ചിട്ട് പിന്നെ ഗോപീഷൻ, പോയറ്റ് ഗോപീഷൻ, അവരൊക്കെ എനിക്ക് അതൊക്കെ ഭാഗ്യമാണ് സത്യത്തില്. അവരൊക്കെ വന്നിട്ട് നമ്മുടെ ഒപ്പം ഇനോഗ്രേഷൻ എന്നുള്ള ഒരു ഫോർമൽ സംഭവമാണ്. പക്ഷെ അവരൊക്കെ അതിന്റെ ചിത്രങ്ങൾ കാണാൻ വന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവരുടെ അഭിപ്രായം പറയാം. അവരൊക്കെ റിയലി ഐ റെസ്പെക്ട് ദി പീപ്പിൾ. അവർക്ക് നല്ല അഭിപ്രായവും അവര് കേരളത്തിന്റെ സംസ്കാരവും കലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ. അവരുടെ അതൊക്കെ അവര് നേരെ അവരുടെ അഭിപ്രായം കേൾക്കുന്നത് ഒരു സന്തോഷമായിരുന്നു. കൽപ്പറ്റ നാരായണൻ കോഴിക്കോട്, പിന്നെ കവിത മുഖോപാധ്യായ, അവരൊക്കെ വന്നിട്ട് അഭിപ്രായം പറയുമ്പോ നമുക്ക് അതിന്റെ നമ്മുടെ ഈ കലാജീവിതത്തിലത്തെ ഒരു നല്ല നിമിഷങ്ങളായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ നേരെ ആദിവാസികളുടെ ഇടയിലേക്കും പോകുന്നു. അട്ടപ്പാടി സൂര്യകുമാരിയുടെ ഒരു പ്രിയ സുഹൃത്തിന്റെ അവിടെ മരുതി അമ്മ അവരാണ് ഇനോഗ്രേറ്റ് ചെയ്തതിന്റെ. അതിലാണ് ഞാനിങ്ങനെ ഓൾ ഇന്ത്യ ട്രൈബൽ ഏരിയ കൂടിയുള്ള ഒരു ടൂർ പോകുന്നത്. അവരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ബൊമ്മയാമ്പടി കൃഷ്ണവനം എന്ന് പറഞ്ഞിട്ട് സൂര്യകുമാരി ഒരു ഏരിയ ഓഫ് വനം അഡോപ്റ്റ് ചെയ്തിട്ട് അവരാണ് അത്. അപ്പൊ അവിടുത്തെ പ്രധാന കക്ഷി മരുതമ്മിയായിരുന്നു. മരുതമ്മിയാർ കോളനിയിൽ പോയിട്ട് അവിടെയാണ് ഞാൻ ഫസ്റ്റ് ട്രൈബൽ ഏരിയയിലെ അവരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ട്രൈബൽ ഏരിയ ടൂറില്ലേ, ട്രാവലിംഗ് എക്സിബിഷൻ. 3 ദിവസം അവിടെ ചെന്ന് പിന്നെ സാരെങ്കില് ഗോപാലകൃഷ്ണൻ മാഷും വിജയലക്ഷ്മി ടീച്ചറൊക്കെ വന്നിട്ടും കൂടിക്കടവില് ഒരു എക്സിബിഷൻ നടത്തി. നല്ല അനുഭവമായിരുന്നു. 3-4 ദിവസം ആനക്കട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് അപ്പോഴേക്കും സെക്കൻഡ് വേവ് ഓഫ് കോവിഡ് വന്നു, ലോക്ക്ഡൌൺ, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാണ്ടായി. അത് ശരിക്കും കോവിഡ് ഒരു തലയ്ക്ക് ഒരു പോസിറ്റീവ് സംഭവമാണ് നമ്മൾ ചെയ്തത്. വീട്ടിലിരുത്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു നമ്മളെ. അതിൽ കുറെ ആ വർക്കുകൾ കൊണ്ടാണ് ഇപ്പൊ ഞാൻ യാത്ര ചെയ്യുന്നത്. അവിടെ ആ തെയ്യത്തിന്റെ കാലം പറഞ്ഞില്ലേ, തെയ്യം അതിന്റെ ഇടയിൽ നമുക്ക് നല്ല സംഭവങ്ങൾ എല്ലാം എന്താ പറയാ നല്ലത് സംഭവിക്കാന്നുള്ളതാണ്. അല്ല മൊത്തത്തില് കോവിഡ് അങ്ങനെയും മനുഷ്യനെ ഇതാക്കിയിരുന്നു. ഇപ്പൊ ഭയങ്കര എല്ലാവരും ആർട്ടിസ്റ്റുകളായി മാറി. അടുക്കള തൊട്ട് കലാവേദിയായിട്ട് മാറി. എല്ലാവരും പലതരത്തില്. അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചല്ലേ മനസ്സിലായി. എല്ലാവരും അവരുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള സമയം അല്ലെങ്കിൽ അവര് ഇതിലിങ്ങനെ ഒരു എന്താ പറയാ പീറ്റിയും കൂടിയും ആളാതും മാത്രമായിട്ട് പോകും. മറ്റതൊന്ന് ഉള്ളിലേക്ക് നോക്കാനുള്ള സമയമൊക്കെ എല്ലാവരും കിട്ടും. എല്ലാവരും ബേസിക്കലി എവരിബഡി ഈസ് ആൻ ആർട്ടിസ്റ്റ് അല്ലേ. അവര് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയങ്ങളോ ഇതൊന്നും കിട്ടില്ല. എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുക, അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ഇത് ചെയ്യുക. അവരുടെ ശരിക്കുള്ള ഒരു ഇന്നർ ബീയിങ്ങില് ഓൾ പീപ്പിൾ ആർ ആർട്ടിസ്റ്റ്. അല്ലെങ്കിൽ സംബടിയാണ്. അവര് ഓരോ വ്യക്തികൾക്കും ഓരോ ഇയാളുടെ നമ്മുടെ ടെല്ലിനിയുടെ ഒരു സിനിമ ഞാൻ അടുത്ത ദിവസം കണ്ടിരുന്നു. രണ്ടാമത് സാധനമായിരുന്നു ലാസ്റ്റ് ആടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ഒരു ക്ലൗൺ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഒരു കല്ലെടുത്തിട്ട് ഈ കല്ലിനും അതിന്റെ ഉദ്ദേശമുണ്ട്, കല്ലിനും ഒരു ഡെസ്റ്റിനി ഉണ്ട്. അതന്നെ കല്ലിനും ഒരു ചിന്തയുണ്ട്, അതിനൊരു പൾസ് ഉണ്ട്. ആ കല്ലിനും അതിൻ്റെ ആയിട്ടുള്ള ലോകത്തിന്റെ നെറ്റ്വർക്കിൽ അതിനും ഒരു ഉദ്ദേശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല ഡയലോഗ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ചിത്രങ്ങളുണ്ട്. അത് കാണലും നമ്മളത് കാണാനുള്ള സമയം നമ്മുടെ മാനസികാവസ്ഥ അതൊക്കെയാണ് പ്രശ്നമുള്ളൂ. നമ്മള് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ അകന്നിട്ട് സമൂഹത്തിൽ നിന്ന് അകന്നിട്ടുള്ള വലിയ സംഭവമൊന്നുമില്ല. എനിക്ക് അവരെ ഉദ്ധരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഞാൻ
എന്താ അട്ടപ്പാടിയിൽ നിന്നിട്ട് അവർ ഉദ്ധരിക്കാനെന്നുള്ള പറഞ്ഞത് ഹാപ്പൻ ടു ബി ഇത്. എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, മാഷും ഇവരൊക്കെ ഉണ്ട്. അവിടെ ചെന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകൾ മുഴുവൻ കാർഡായിട്ടുള്ള തന്നു. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അവർക്ക് ചിത്രങ്ങൾ കാണിക്കുക എന്നുള്ള ഒരു അങ്ങനെ ഒരു ചെറിയ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അല്ലാതെ അവരെ ഉദ്ധരിക്കാൻ, അവർക്ക് ഇങ്ങനെ ചിത്രം കാണിച്ചിട്ട് അവരെ ഇതിൽ നിന്ന് മാറ്റാനോ അവര് സങ്കടങ്ങളിൽ നിന്ന് കുറച്ചു നേരം ആശ്വാസം കൊടുക്കുക അങ്ങനത്തെ ഒന്നും ഉള്ളിലില്ല. ബട്ട് ഫലത്തില് അതൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അവര് അല്ലെങ്കിൽ ചിത്രങ്ങൾ കാണാൻ അവര് ഗാലറിയിലേക്ക് വരും, ആദിവാസികൾ ഗാലറിയിലേക്ക് വരും. അവരുടെ ഭാഗ്യം എന്റെ ഭാഗ്യം. നമ്മളങ്ങനെ നമ്മുടെ ബാല്യം ശരിക്കും കാവ്യെന്ന് തുടങ്ങുന്നത്. വീടിലെ മുറ്റത്ത് സൈഡില് കാവ്, പിന്നെ കളരി എന്ന് പറയുന്ന സംഭവം. ഇത് ഞങ്ങളുടെ കളരി ഈ തൃപ്രയാർ അമ്പലമായിട്ട്, തൃപ്രയാർ തേവര ശ്രീരാമസ്വാമി ടെമ്പിളില് 4 മൂലയിൽ 4 കളരി ഉണ്ട്. കിഴക്ക് തെക്ക് കളരിയാണ് ഇത്, കറുത്തുള്ളി കളരിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തുകൊണ്ട് ആയുധമുണ്ട്, മറ്റേ രണ്ടും പേനയുണ്ട് വാളുണ്ട്. അങ്ങനത്തെ ഒരു കളരിയായിരുന്നു. അപ്പൊ അത് കാരണം തന്നെ ഇവിടുത്തെ ഞങ്ങളുടെ സ്കൂളൊക്കെ തുടങ്ങുന്നതിന്റെ ഇത് ഇവിടെയായിരുന്നു, എഴുത്ത് സംഭവങ്ങള്. അത് കാരണം തന്നെ ഈ ഇതിനെ ഞങ്ങൾക്ക്, പിന്നെ അതുപോലെ ആദ്യത്തെ സാംസ്കാരിക ക്ലബ്ബ് സാധനങ്ങളും, എന്റെ ഇളയച്ചൻ താനി ശ്രീധരൊക്കെ നല്ല പാട്ടും അതുപോലെ നാടകമൊക്കെ എഴുതാൻ, വിദ്യാധരൻ മാഷൊക്കെ ആളുടെ പല പാട്ടുകളൊക്കെ നാടകത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. താനി ശ്രീധരൻ എന്ന് പറഞ്ഞിട്ട് രാമന്റെ നാട്ടിൽ നിന്നുള്ള ഒരു സംഭവം, തൃപ്രയാറിന്നൊക്കെ പല സ്ഥലത്ത് നിന്നിട്ട് തൃപ്രയാറിന്ന് വരുന്നൊക്കെ പറയാനൊരു രസമുണ്ടായിരുന്നു ഈ ജീവിതത്തിലാണ്. പല സ്ഥലത്തൊക്കെ ചെന്ന് താമസിക്കുന്നുണ്ടായി. പെട്ടെന്ന് നമ്മളിങ്ങനെ അപരിചിതനല്ലാന്ന് തോന്നും തൃപ്രയാറിന്നൊക്കെ പറയുമ്പോ ഒരു ഇതുണ്ട്. പിന്നെ ഇന്നത്തെ സംഭവം ഈ കളരി അച്ഛൻ സംഭവങ്ങളൊക്കെ നാച്ചുറലി നമ്മുടെ സാധനങ്ങൾ പുറത്തു വരും. പിന്നെ അതൊന്നും നമ്മൾ ബോധപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, കമ്മിങ് ഔട്ട് സ്പോണ്ടേനിയസ്ലി അങ്ങനെ വന്നിട്ടുള്ളതാണ് ചിത്രങ്ങൾ. അല്ലാണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പ്രതിഫലിപ്പിച്ച് കാണിക്കണം ക്യാൻവാസിലേക്ക് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ അത് വരുന്ന പോലെ ജീവിതം പോലെ തന്നെയാണ് എല്ലാം ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്. നത്തിങ് പ്ലാൻഡ്. ഇപ്പൊ ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുള്ള സാധനം പോലെ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ എന്റെ ഒരു തുടർച്ചയായിട്ടുള്ള യാത്ര, ഈ ക്യാമ്പസുകൾ ആദ്യം ഞാൻ ഗാലറി പഠിച്ചു എന്ന് പറഞ്ഞില്ല, ബുദ്ധിജീവികളുമായിട്ടുള്ള സംഭവം. ഞാൻ ഇനി പോണത് ഗാലറി അല്ലാത്ത കുട്ടികളും അധ്യാപകന്മാരും വലിയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ആണ് ഞാൻ നടന്നത്. കോളേജ് ക്യാമ്പസുകള് യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പൊ ഒരുവിധം കവർ ചെയ്ത പോലെ ഉണ്ട്. ഇനി ഞാനിത് ഇപ്പൊ ഒരു ചെറിയ ഇന്നലെയൊക്കെ വന്നിട്ടുള്ള ഒരു ഐഡിയ ആണ്, പെട്ടെന്ന് ഇങ്ങനെ ഒരു പാസിംഗ് ഐഡിയ. ഈ ആനന്ദ് എന്നൊക്കെ പറയണ എഴുത്തുകാരില്ലേ, ആള് ശില്പിയും ചിത്രരചനയും ഒക്കെയുള്ള കക്ഷിയാണ്. ബുദ്ധിജീവി ഇപ്പോഴത്തെ ഏറ്റവും വലിയ മലയാളത്തിലെ എല്ലാവരും മാതൃഭൂമിയിലൊക്കെ ആളുള്ള ചിന്തകനാണ്. എഴുത്തുകാരന്റെ ഒപ്പം തന്നെ ചിന്തകൻ. ആൾക്കൊക്കെ എന്റെ ചിത്രങ്ങൾ നേരെ പോയിട്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനത്തെ കുറച്ച് വ്യക്തികളുണ്ട്. KP സോമൻ ആള് ഇപ്പോ വയനാട്ടിലുണ്ട്. ആളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആള് പറഞ്ഞാണ് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശില്പങ്ങളൊക്കെ എക്കോ ഫ്രണ്ട്ലി സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഞാനായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്യാൻ ഞാൻ ഇന്നലെ ഷാജിനെ വിളിച്ചിട്ട് ചോദിച്ചു ആള് നമ്പറും സംഭവങ്ങളൊക്കെ. അപ്പൊ വയനാട് നമ്മളൊരു ഞാനവിടെ കുറെ ഷോ നടത്തിയിട്ടുണ്ട്. വയനാട് ഈ ആനന്ദ് കഴിഞ്ഞ സോമൻ ആളൊക്കെ നല്ല ചിത്രം KCS പണിക്കരും MV ദേവനും ഇവരും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദവും ഇന്റലക്ച്വൽസും അതുപോലെ സാധാരണ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് വളരെ ജനകത്തിന്റെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള കൂടിയ ആളാണ്. എന്റെ പോലെ ഈ ഒറ്റയാനായിട്ട് ഞാൻ വളരെ ശരിക്കും ഭയങ്കര ഒറ്റയാനാണ്. അതില്ല കുറച്ച് കൂട്ടുകാർ അതിന്റെ യാത്രയിൽ ഇങ്ങനെ കൂട്ടുകാർ ഉണ്ടാക്കിയെന്നുള്ളു. എനിക്കിപ്പോ എന്നോട് വിക്ടോറിയ കോളേജിൽ ഒരു വോൾ ഒഴിച്ചിട്ടുണ്ട്, അവിടുത്തെ സ്റ്റുഡൻസ് വിളിച്ചിട്ടുണ്ട് അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവര് ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ കുറെ സീനുണ്ട്, ജയില് തകർക്കലും മറ്റേ സ്വാതന്ത്ര്യം സാധനം. നമ്മുടെ ചിത്രമാണ് ഞാൻ വരയ്ക്കാൻ പോണത് എന്താണെന്ന് എനിക്കറിയില്ല. അതൊക്കെ പറഞ്ഞു എന്നാലും സാറ് വരണം പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഇനി എന്റെ ഷോസ് ഇങ്ങനത്തെ വ്യക്തികളില്ലേ, മൂന്തൻ അങ്ങനത്തെ കുറച്ച് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെയുള്ള എഴുത്തുകാര് ബുദ്ധിജീവികള് അവരുടെ വീട്ടിലേക്ക് എന്നിട്ട് കാണിക്കാനുള്ള പരിപാടികൾ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ കുറെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൂട്ടുകാർ ക്യാമ്പസുകളിൽ ഇങ്ങനെ കൂട്ടത്തിന്റെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത യാത്രയിലേക്ക് എപ്പോഴേക്കും ആരെങ്കിലും ക്ഷണിക്കുന്നു വിചാരിക്കണം, പാരീസിലേക്കോ ആംസ്റ്റർഡാമിലേക്കോ
ഭയങ്കര ഹാർഡ് കോർ ഓപ്റ്റിമിസ്റ്റാണ് ഞാൻ. എന്തെങ്കിലും സംഭവിക്കാതിരിക്കില്ല കുറച്ചു കാലത്തിനിടയിൽ. പ്രകൃതിയും മനുഷ്യനും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നാണ് സാറിന്റെ എല്ലാ കലാസൃഷ്ടികളും വിളിച്ചെഴുതുന്നത്. ഇത്രയധികം കലാനുഭവങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്ത ശ്രീരാജ് സാറിന് ഭാവി കലായാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. വളരെ നന്ദി.